പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 103ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്ത് നമ്മുടെ ദൈവനെ സൃഷ്ടിക്കാൻ കടന്നിട്ടുള്ളത് പാസ്റ്റർ ജോൺ എൻ.ടി. ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന് അയർക്കുന്നം എന്ന സ്ഥലത്ത് നിന്നാണ് കടന്നു വന്നിട്ടുള്ളത്. അസംബ്ലീസ് ഓഫ് എൽഷേദായ് മിനിസ്ട്രി എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നത് ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ സ്തോത്രം 103ാമത്തെ ഈ സ്തോത്രം മീറ്റിംഗിലേക്ക് സ്തോത്രം ദൈവനം ശുശ്രൂഷിപ്പാൻ അടിയനും അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സ്തോത്രം മീറ്റിംഗിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സ്തോത്രം ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസിമാര് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് സ്തോത്രം ഈ മീറ്റിംഗിൽ പങ്കുകൊള്ളുന്നതായ പ്രിയപ്പെട്ടവര്, അതുപോലെ തന്നെ സ്തോത്രം യൂട്യൂബിലൂടെ ദൈവനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രിയപ്പെട്ടവര്, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. സ്തോത്രം ഈ മീറ്റിംഗിൽ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഡെനി ബ്രദർ, അതുപോലെ സിജി സിസ്റ്റർ, പ്രിയ മാതാവ്, സ്തോത്രം അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രകാരം ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാനും ഈ 103ാമത് മീറ്റിംഗിലേക്ക് ഇത് എത്തിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവരെ ബലപ്പെടുത്തിയ ആ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ സ്തോത്രം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ തന്നെ ആത്മാവിൽ കർത്താവിനെ ആരാധിപ്പാനും സ്തോത്രം അതൊക്കെ നമുക്ക് വളരെ ആത്മാവിൽ പ്രചോദനം നൽകുവാനും തക്കവണ്ണം ഇന്ന് രാത്രി കർത്താവ് ഉപയോഗിച്ചതായ സിസ്റ്റർ ഫാനി ജോസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സ്തോത്രം ദൈവദാസിയെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. അനേക ഇടങ്ങളിൽ കർത്താവ് ഹാലേലൂയ ഉപയോഗിക്കാൻ തക്കണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാന് ഈ ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ ഫെലോഷിപ്പിനെ കുറിച്ച് അറിയുന്നത് കർത്താവിന്റെ ദാസൻ KC ജോൺസൺ പാസ്റ്റർ മുഖേനയാണ്. അദ്ദേഹമാണ് ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ഉണ്ട് എന്നും അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കുന്നു എന്നും ഒക്കെയും എന്നോട് പറയുവാൻ ഇടയായി. അങ്ങനെ അദ്ദേഹം എനിക്ക് ലിങ്ക് അയച്ചു തന്നു. അതുപ്രകാരമാണ് ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഞങ്ങൾ കുടുംബമായി ആ മീറ്റിങ്ങിന് പങ്കെടുക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം പ്രാർത്ഥനകളും അതുപോലെ മെസ്സേജുകളും ആരാധനയൊക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. സ്തോത്രം അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം ഷാണി മിനിസ്ട്രിയെ കർത്താവ് ഏറെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം വളരെ ശക്തമായി ഹാലേലൂയ വളരുവാനും അനേകര് ഹാലേലൂയ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സ്തോത്രം പ്ലാറ്റ്ഫോമായി ഈ ഫെലോഷിപ്പ് മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഹാലേലൂയ പ്രകാശിപ്പിച്ചതായ ഒരു വചനം ഇന്ന് രാത്രി ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15ാം അധ്യായം അതിന്റെ 58ാമത്തെ വാക്യം സ്തോത്രം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15ാം അധ്യായം അതിന്റെ 58ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ലതും വിലയേറുന്നതുമായ രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രി വായിച്ചു കേൾക്കപ്പെട്ട വചന ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതൊക്കെയും വേണ്ട പോലെ ഷെയർ ചെയ്യുവാൻ തക്കണം
അങ്ങയുടെ കൃപയിലടിയനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദൈവനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. സ്തോത്രം. നമ്മൾ വിവിധങ്ങളായ നിലകളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ്. പലതരത്തിൽ ചെറുതോ വലുതോ ആയ നിലകളിൽ കർത്താവിന്റെ വേലയിൽ എല്ലാവരും വ്യാപൃതരായിട്ടിരിക്കുകയാണ്. എന്നാൽ പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നിരാശകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാനായിട്ടുണ്ട്. പലപ്പോഴും നാം വളരെ ആത്മാർത്ഥമായി കർത്താവിന്റെ വേലയിൽ നാം ചെയ്യുമ്പോൾ പരിഹാസങ്ങളോ നിന്ദകളോ അല്ലെങ്കിൽ മറ്റുള്ളതായ പ്രതികൂലങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ പ്രയത്നത്തിൽ നിന്നും ഭാരപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരാറുണ്ട്. പലപ്പോഴും ചില വ്യക്തികളൊക്കെ ആണെങ്കിലും ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് കടന്നുപോയി, അതായത് കർത്താവിന്റെ വേലയിൽ നിന്നും ആ ശുഷ്കാന്തി എല്ലാം നഷ്ടപ്പെട്ടവരായി, എരിവും ഉത്സാഹവും എല്ലാം നഷ്ടപ്പെട്ടവരായി പലപ്പോഴും ആയിത്തീരുന്നത് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, സ്തോത്രം, നമ്മുടെ ഈ പ്രയത്നങ്ങളൊന്നും ദൈവസന്നിധിയിൽ വ്യർത്ഥമല്ല. അത് വ്യർത്ഥമല്ലാത്തത് കൊണ്ട് കർത്താവിന്റെ വേലയിൽ ഓരോ ദിവസവും നമ്മൾ വർദ്ധിച്ച് വരണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ലോകത്തിന് ഈ ശുശ്രൂഷയെക്കുറിച്ച്, കർത്താവിന്റെ വേലയെക്കുറിച്ച്, ചെറുതോ വലുതോ ആയ വിവിധ നിലകളിലുള്ള ദൈവിക ശുശ്രൂഷകളെ കുറിച്ച് ലോകം നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് വലിയ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം നാം പല ആൾക്കാരും അവരുടെ ജോലിയിൽ നിന്നും ലഭിക്കുന്നതായ സാമ്പത്തികം, അവരുടെ ആരോഗ്യം, അവരുടെ സമയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങൾ, അവർക്ക് ലഭിച്ചിരിക്കുന്നതായ നന്മകളൊക്കെ യാതൊരു തരത്തിലുള്ള ലാഭേച്ഛകളും കൂടാതെ ഇപ്രകാരം ചെയ്യുമ്പോൾ അതിന്റെ ചേതോവികാരം എന്താണെന്നാണ് ലോകം പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് എന്നാണ് പല ആൾക്കാരുടെയും ചിന്തയുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ പിന്നിൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആത്മഭാരം അല്ലെങ്കിൽ വലിയൊരു ചിന്താഗതി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ലോകത്തിന് ഒരിക്കലും മനസ്സിലാകാത്ത ഒരു കാര്യമാണിത്. കാരണം ലോകത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ബെനിഫിറ്റ് ഇല്ലാതെ അവരൊരിക്കലും അവരുടെ കയ്യിലെ പൈസയോ അല്ലെങ്കിൽ അവരുടെ സമയങ്ങളോ അവരുടെ പ്രോപ്പർട്ടീസോ മറ്റുള്ള യാതൊരു കാര്യങ്ങളും അവർ ചെലവിടാൻ ആഗ്രഹിക്കാറില്ല. എന്നാൽ ഈ ഒരു ദൈവവേലയിലായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഇപ്രകാരം ചെയ്യുമ്പോൾ ലോകത്തിന് എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് നമ്മളെ ഇപ്രകാരം ഒരു വലിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായിട്ട്? പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു സംഭവം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. അതായത് 6-ാം രാജാവ് ബെൻഹദദ് യുദ്ധത്തിനായി ശമര്യയെ വളയുന്നു. അങ്ങനെ ശമര്യയെ വളയുന്നതായ സാഹചര്യത്തിൽ ആ സമയം തന്നെ ആ ദേശത്ത് അതികഠിനമായ ഒരു ക്ഷാമം ഉണ്ടാകുന്നു. സ്തോത്രം. ഭക്ഷണമില്ല, അതുപോലെ വെള്ളമില്ല, വളരെ കഠിനമായ ക്ഷാമം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ കഴുതത്തലയ്ക്കും പ്രാകാശത്തിനും ഒക്കെ വലിയ വില കൊടുക്കേണ്ടതായ ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അപ്പോൾ 2 സ്ത്രീകൾ അവരുടെ മക്കളെ പുഴുങ്ങി തിന്നത്തക്ക വണ്ണമുള്ളതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ക്ഷാമങ്ങളാണ് സ്തോത്രം അവിടെ ഉണ്ടാവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ അതിന് തർക്കമുണ്ടായി.
അത് രാജാവിന്റെ അടുക്കിലേക്ക് വരുന്നു. അപ്പോൾ രാജാവ് തന്റെ വസ്ത്രം കീറുന്നു. ഈ വിഷയം അറിയുമ്പോൾ എലീശ പ്രവാചകൻ പറയുന്നു, സ്തോത്രം, നാളെ ഹാലിയ സമരിയുടെ പടിവാതിക്കൽ ഹാലിയ ഗോതമ്പും യവവും ഒക്കെ വിതരണം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതേ സമയം നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സമരിയുടെ പടിവാതിക്കൽ 4 കുഷ്ഠരോഗികൾ ഹാലിയ കിടക്കുകയാണ്. 4 കുഷ്ഠരോഗികൾ സമരിയുടെ പടിവാതിക്കൽ കിടക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി. എല്ലാവരും വളരെ വിശന്നും ദാഹിച്ചും വളരെ പ്രയാസപ്പെട്ടും ഇരിക്കുന്നതായ ഈ സാഹചര്യത്തിൽ ഈ 4 കുഷ്ഠരോഗികൾ പരസ്പരം പറയുകയാണ്, ഹാലിയ നമ്മൾ ഇവിടെ കിടന്നാലും മരിക്കും, നമ്മൾ ആരാമിന്റെ പാളയത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാലും ഒരുപക്ഷെ അവർ നമ്മളെ കൊല്ലും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആരാം പാളയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് സ്തോത്രം 4 പേരും കൂടെ ആരാം പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ ആ പാളയത്തിലേക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഒച്ചയോ അനക്കമോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ളതായ ആൾപ്പാർപ്പമുള്ളതായിട്ടൊന്നും അവർക്ക് കാണുന്നില്ല. കൂടാരത്തിനകത്തൊക്കെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം വിജനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരു ഓടിപ്പോക്കലിൻ്റെതായ കാര്യങ്ങളാണ് അവരെ കാണുന്നത്. അവര് വളരെ ഭീതിയോടും ഭയത്തോടും കൂടി ആ കൂടാരത്തിനകത്തെല്ലാം ചെന്നപ്പോൾ അവിടെയൊന്നും ആരുമില്ല. അവര് നോക്കിയപ്പോൾ ഒന്നാന്തരം ഭക്ഷണങ്ങളാണ് സ്തോത്രം ആ കൂടാരത്തിനകത്ത് ഇരിക്കുന്നത്. നാളുകളായി വിശന്ന് കിടക്കുകയാണ്, ഭക്ഷണം കഴിപ്പാനില്ല. സ്തോത്രം. അപ്പോൾ ഈ കൂടാരത്തിനകത്ത് പട്ടാളക്കാര് കഴിക്കുന്ന നല്ല ഒന്നാന്തരം ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടിച്ചെന്ന് സ്തോത്രം വയറ് നിറച്ച് അവര് ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം നമുക്ക് ഹാലലിയ ഇവര് ഭക്ഷണമെല്ലാം കഴിച്ച് അവര് വയറെല്ലാം നിറഞ്ഞ് അവര് വളരെ സ്തോത്രം സന്തോഷത്തോടെ ഇരിക്കുന്നതായ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിക്കുന്നു. അവര് സ്തോത്രം പതുക്കെ എന്ത് ചെയ്യുന്നറിയാമോ? അതിനകത്ത് കയറി അവര് പതുക്കെ അവിടെ ഉണ്ടായിരുന്നതായ ആ ചാക്കുകളും അല്ലെങ്കിൽ അവിടെയുള്ള ബാഗുകളും എല്ലാം പരിശോധിച്ചപ്പോൾ സ്വർണങ്ങളും വെള്ളികളും മറ്റുള്ളതായ ആഭരണങ്ങളൊക്കെ അവരവിടെ കാണുന്നു. ഉടനെ അവരെന്ത് ചെയ്യാണ്? ഒരു ചാക്കെടുത്ത് ആ ഹാലിയ ചാക്കിനകത്തേക്ക് അതെല്ലാം അവര് ശേഖരിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോയ ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നു കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അതിനുശേഷം മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തും കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അപ്പൊ ഇവര് ചില നാളുകളായി വിശന്ന് കിടക്കുകയായിരുന്നു. എന്നാൽ ഈ പാളയത്തിനകത്തേക്ക് വന്നപ്പോൾ അവരുടെ വിശപ്പ് മാറി. അവരുടെ വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ അവര് പിന്നെ വെള്ളിയും പൊന്നും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ശേഖരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നാൽ സ്തോത്രം കുറച്ച് സമയങ്ങൾ ഇവരിങ്ങനെ ശേഖരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, സ്തോത്രം, പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലയോ, നാമോ മിണ്ടാതിരിക്കുന്നു, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവീൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ളതായ ഒരു മനോഭാവമാണ് സ്തോത്രം നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് കർത്താവിന്റെ വേലയിൽ. കാരണം നമ്മളും ഇതുപോലെ ഒരു കാലത്ത് സ്തോത്രം വളരെ കഷ്ടതയിലും പ്രയാസങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ആരും നമ്മളെ സഹായിപ്പാനില്ലാതെ, ആരും നമ്മളെ രക്ഷിപ്പാനില്ലാതെ, എവിടെ നിന്ന് നമുക്കൊരു രക്ഷയുണ്ടാകും, എവിടെ നിന്നൊരു വിടുതലുണ്ടാകും എന്നോർത്ത് സ്തോത്രം നാം അനേക ഇടങ്ങളിൽ കയറി ഇറങ്ങി അനേക ആശ്രയത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടും അവിടെയൊന്നും ഒരു ആശ്രയം ലഭിക്കാതെ വന്നപ്പോൾ അവസാനം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ നമുക്ക് വിടുതലും സന്തോഷവും രക്ഷയും സമാധാനവും ഒക്കെ കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ലഭിച്ചതായ ഈ സന്തോഷം ക്രിസ്തുവിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ വലിയ തിരിച്ചറിവും, നമുക്ക് ലഭിച്ചതായ ആ സന്തോഷം, ഇതുപോലെ തന്നെ ഇതേ അവസ്ഥയിൽ കിടക്കുന്ന അനേക ആൾക്കാർ ഇന്നും കഷ്ടതയിൽ കിടക്കുന്നുണ്ട്. ഇന്നും യേശുവിനെ അറിയാതെ
പാപത്തിൽ കിടക്കുന്നവരുണ്ട്, സമാധാനമില്ലാതെ കിടക്കുന്നവരുണ്ട്. അങ്ങനെ കിടക്കുന്നതായ സമയത്ത് ഹല്ലേലൂയ ഈ കുഷ്ഠരോഗികളെ പോലെ അതും ഇതും ശേഖരിക്കുവാനല്ല, പിന്നെയോ ഹല്ലേലൂയ പട്ടണത്തിൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു പട്ടണം മുഴുവൻ പട്ടിണിക്ക് കിടക്കുമ്പോൾ, ഒരു പട്ടണം മുഴുവൻ ആവശ്യത്തിൽ കിടക്കുമ്പോൾ, ഒരു പട്ടണം മുഴുവൻ പ്രതിസന്ധിയിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതായ ഈ ഒരു ഹല്ലേലൂയ സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതായ ഈ ഒരു കാര്യം നമ്മൾ ആ പട്ടിണി കിടക്കുന്ന ആ പട്ടണത്തോട് അറിയിച്ചില്ല എങ്കിൽ നമുക്ക് കുറ്റമുണ്ടാവാൻ ഇടയായിത്തീരും. ആ ഒരു ഛേദോവികാരമാണ് പ്രിയ മക്കളെ. എന്നാൽ ഇത് ലോകത്തിന് മനസ്സിലാകുന്നില്ല. ഈ ഒരു ചിന്തയാണ് പലപ്പോഴും അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്നത്, ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അനേകര് കഷ്ടതയിൽ കിടക്കുകയാണ്, സ്തോത്രം, അനേകര് പ്രതിസന്ധികളിൽ കിടക്കുകയാണ്, അനേകര് തീയുടെ അനുഭവത്തിൽ കിടക്കുകയാണ്. എന്നാൽ നാമും ഒരു കാലത്ത് ഈ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. ആ നല്ലവനായ ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ദൈവത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറുതും വലുതുമായ ഈ ശുശ്രൂഷകൾ ഒരാൾക്ക് ആശ്വാസമാകുന്നെങ്കിൽ, ഒരാൾക്ക് വിടുതലാകുന്നെങ്കിൽ, ഒരാൾക്ക് സൗഖ്യമാകുന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തികൾക്ക് ആ യേശുവിലൂടെ രക്ഷ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, പരിഹാസങ്ങൾ കടന്നു വന്നാലും, നിന്ദകൾ കടന്നു വന്നാലും, പ്രിയമുള്ളവരെ, നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ ഓരോ ദിവസവും നാം നിരാശപ്പെടാതെ, നാം ഭാരപ്പെടാതെ അല്ലെങ്കിൽ കർത്താവിന്റെ വേലയിൽ നാം വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. നാം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് കരുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ ആരും സ്തോത്രം മുന്നമേ തന്നെ പ്രീപ്ലാന്റ് ചെയ്ത് ഈ സുവിശേഷ വേലയിലേക്കൊന്നും കടന്നു വന്നവരൊന്നും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പാസ്റ്റർ ആകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. സ്തോത്രം. ഈ വിശ്വാസത്തിലേക്ക് എപ്പോഴും എനിക്ക് വരാൻ താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്നെ പിടിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. സ്തോത്രം. പലപ്പോഴും നമുക്കറിയാം, പല ആൾക്കാരും മനഃപൂർവ്വമായിട്ട് കർത്താവിന്റെ വേലയിലേക്ക് വന്നവരല്ല. പല ആൾക്കാരും സ്തോത്രം നേരത്തെ തന്നെ എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എഞ്ചിനീയർ ആകണം എന്നൊക്കെ പറഞ്ഞ്, എനിക്ക് പാസ്റ്റർ ആകണം എന്നും പറഞ്ഞ് വരുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മളെ പിടിച്ചത് കൊണ്ട് സ്തോത്രം നമ്മൾ വളരെ അവിചാരിതമായി ഈ കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ വേലയിൽ നാം ബലപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് കർത്താവ് നമ്മളെ മാനിക്കുവാനും നമ്മളെ ശക്തീകരിക്കാനും തക്കവണ്ണം ഇടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 24-ാം അധ്യായം 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, അബ്രാഹാമിന് വളരെയധികം പ്രായം ചെന്നു. അബ്രാഹാമിന് പ്രായം ചെന്നു കഴിഞ്ഞപ്പോൾ അബ്രാഹാം തന്റെ വീട്ടിലെ ദാസനായിരിക്കുന്ന ഹല്ലേലൂയ വ്യക്തിയെ വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണിനെ നീ അന്വേഷിച്ചുകൊണ്ട് വരണം, ഒരു പെൺകുട്ടിയെ നീ കൊണ്ടുവരണം. അത് സ്തോത്രം ലോകത്തിലെ മറ്റു ജാതികളിൽ നിന്നൊന്നും പാടില്ല. അങ്ങനെയുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്തോത്രം അബ്രഹാം തന്റെ ദാസന് നൽകുകയാണ്. ഈ ദാസൻ ആകെ വിഷമിക്കുകയാണ്. ഞാൻ എൻ്റെ യജമാനന്റെ മകന് വേണ്ടി എങ്ങനെയാണ് ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തുന്നത്? അത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. യജമാനൻ പറഞ്ഞ രീതിയിൽ ഞാൻ എങ്ങനെ കണ്ടെത്തിയെടുക്കും എന്നൊക്കെ വളരെ ഭാരപ്പെട്ട് സ്തോത്രം. അപ്പോൾ അബ്രഹാം പറയാണ്, നീ എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ പോയി ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഉടനെ ഇദ്ദേഹം വളരെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ഇന്ന പോലെ ഒരു ആവശ്യത്തിന് വേണ്ടി കടന്നു പോകുന്നു. സ്തോത്രം. എൻ്റെ യജമാനന് പറ്റിയ നിലയിലുള്ളതായ ഒരു പെൺകുട്ടിയെ സ്തോത്രം ദൈവം ഒരുക്കി തരുവാനായിട്ട് ഇടയായി. ഇങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇദ്ദേഹം ഹാരാനിലേക്ക് യാത്ര ചെയ്യാം. 10 ഒട്ടകത്തെയും 10 ഒട്ടകമുണ്ട്, മറ്റ് ദാസന്മാരുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ സന്നാഹത്തോടു കൂടെ സ്തോത്രം അബ്രാഹാമിന്റെ ദാസൻ ഹല്ലേലൂയ അബ്രാഹാമിന്റെ മകനായ ഇസഹാക്കിന് ഒരു
പെൺകുട്ടിയെ അന്വേഷിച്ച് യാത്രയായി. അങ്ങനെ ഹാലലിയ യാത്രയായി. സ്തോത്രം. ഈ ദാസൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഹാലലിയ ഹാരാനിലേക്ക് ചെല്ലുന്നതായ ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ സ്തോത്രം അവിടെ ഒരു കിണറ് ഹാലലിയ കാണുന്നു. ആ കിണറ്റിൽ ഹാലലിയ അനേക സ്ത്രീകൾ വെള്ളം കോരുവാൻ വേണ്ടി വരുന്നതായ ഒരു കിണറാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹാലലിയ ഇദ്ദേഹം ഇങ്ങനെ നേരത്തെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ സ്തോത്രം, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഹാലലിയ എനിക്കും എൻ്റെ സ്തോത്രം ദാസന്മാർക്കും ഈ ഒട്ടകത്തിനും ഒക്കെ ആരാണോ വെള്ളം കോരി തരുന്നത് സ്തോത്രം അവരായിരിക്കും എൻ്റെ യജമാനന്റെ മകന് ഭാര്യയായിട്ട് തിരഞ്ഞെടുത്തത് എന്നൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹാലലിയ കടന്നു ചെല്ലുന്നത്. അങ്ങനെ കടന്നു ചെന്ന് സ്തോത്രം അവര് ആ വൈകുന്നേര സമയത്ത് ചെല്ലുമ്പോൾ സ്ത്രീകൾ വെള്ളം കോരുവാൻ വേണ്ടി വരുന്ന ഒരു സമയത്താണ് ഹാലലിയ ഇവരവിടെ കടന്നു ചെല്ലുന്നത്. സ്തോത്രം. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഹാലലിയ ദൈവത്തിന്റെ വചനം നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്ര റെബേക്ക അവിടെ വെള്ളം കോരുവാൻ വേണ്ടി അവിടെ കടന്നു വരികയാണ്. അപ്പോൾ ഹാലലിയ ഇദ്ദേഹം കിണറ്റിനരികെ നിൽക്കുമ്പോൾ ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. സ്തോത്രം. അപ്പോൾ ഇദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അല്പം വെള്ളം വേണമെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒട്ടകത്തിനും കൂടി വെള്ളം ആരാണോ കോരി തരുന്നത് അവരെ ഞാൻ സ്തോത്രം എൻ്റെ യജമാനന്റെ മകന് ഭാര്യയായിട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് റെബേക്ക സ്തോത്രം അങ്ങോട്ടേക്ക് വെള്ളം കോരുവാൻ വേണ്ടി കടന്നു വരികയാണ്. സ്തോത്രം. അങ്ങനെ വെള്ളം കോരുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ സ്തോത്രം അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. അപ്പോൾ ദാസൻ വേഗത്തിൽ അവളുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഹാലലിയ നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരയണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും കുടിക്കാനുള്ള വെള്ളം നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. സ്തോത്രം. അവള് കുടിക്കാനുള്ള വെള്ളം അവന് കൊടുത്തു. അവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്തോത്രം പിന്നെ അവൾ തന്നെ പറയുകയാണ്, സ്തോത്രം, അവളുടെ ആ വെള്ളം കുടമെടുത്ത് അവർക്ക് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു, ദാസന് കുടിക്കാൻ കൊടുത്തു. അതിനുശേഷം ഹാലലിയ അവൾ പറയാണ്, നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളും ഞാൻ കോരിക്കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ടാസ്ക് അല്ലേ? കാരണം നമുക്കറിയാം ഇവരൊരു വലിയ യാത്ര കഴിഞ്ഞു വരികയാണ്. ഒട്ടകം വേറെ വെള്ളം കുടിച്ചിട്ട് നമുക്കറിയാം. സ്തോത്രം. ഒട്ടകം എന്ന് പറയുന്നത് മരുഭൂമിയിലെ കപ്പലാണെന്ന് വെള്ളക്കുടത്തിൽ പഠിച്ചിട്ടുണ്ട്. കാരണം ഒട്ടകത്തിന് എത്ര നാൾ വേണേലും കുറെ സമയത്തേനും കുറെ നാളത്തേനും വെള്ളം കുടിക്കാതെ ഇരിക്കാം. പക്ഷെ അത് കുടിക്കുന്ന സമയത്ത് നല്ലപോലെ കുടിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ 10 ഒട്ടകത്തിനുള്ള വെള്ളം റെബേക്ക കോരിക്കൊടുക്കണം. സ്തോത്രം. എന്ത് പ്രതിഫലം കിട്ടുമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. ഇവരെന്തിനാണ് വന്നതെന്ന് റെബേക്കയ്ക്ക് അറിയത്തില്ല. സ്തോത്രം. ഇവര് വെറും ഒരു യാത്രക്കാരായിട്ടാണ് റെബേക്ക മനസ്സിലാക്കുന്നത്. റെബേക്കയുടെ ഈ വിഷയമൊന്നും അവർ പറഞ്ഞിട്ടില്ല. അവരുള്ളിൽ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ ഹാലലിയ ദാസന്മാർക്കും അതുപോലെ ഈ ഒട്ടകത്തിനും യാതൊരുവിധ പ്രതിഫലക്ഷ്യം കൂടാതെ വെള്ളം കോരി കൊടുക്കുവാനുള്ള ഒരു മനസ്സ് ഹാലലിയ റെബേക്കയ്ക്കുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവള് ഹാലലിയ ഒരുപക്ഷെ എങ്കിൽ അവളുടെ കൂടെയുള്ള മറ്റു കന്യകമാർ ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കും, നിനക്ക് വേറെ തൊഴിലൊന്നുമില്ലേടി. സ്തോത്രം. ഈ കണ്ടെടുത്തു നിന്ന് വന്നിരിക്കുന്ന യാത്രക്കാർക്കും കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒട്ടകത്തിനും കൂടി വെള്ളം കോരിക്കെടുക്കേണ്ട കാര്യമുണ്ടോ? അവരങ്ങോട്ട് വെള്ളം കോരി കൊടുത്തോളുവേലേ എന്നൊക്കെ ഒരുപക്ഷെ കൂടെയുള്ളവരെ ഒരുപക്ഷെ പറഞ്ഞു കാണുമായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഹാലലിയ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൾ ഹാലലിയ ഈ 10 ഒട്ടകത്തിനും വെള്ളം കോരിക്കൊടുത്തു. എന്തേരെ വെള്ളം കോരിക്കൊടുത്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും നല്ലൊരു ജോലിയാണ് റെബേക്ക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അവള് ഈ വെള്ളമെല്ലാം കോരിക്കൊടുത്തതിന് ശേഷം അവളുടെ കുടമെടുത്ത് അവിടെ വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദാസൻ അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാണ് നിന്റെ വീട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടുകാരാരാണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുകയാണ്, ഞാൻ ബെതുവേലിന്റെ ഹാലലിയ സ്തോത്രം മകളാണ് എന്നൊക്കെയും പറയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹാലലിയ. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ദാസൻ തന്റെ ഭാണ്ഡക്കെട്ടെടുത്ത് അല്ലെങ്കിൽ തന്റെ ഹാലലിയ സഞ്ചി അഴിച്ച് അതിനകത്ത് നിന്നും 1/2 ശേക്കൽ വരുന്ന ഒരു പൊൻമൂക്കുത്തിയും പ്രൈസ് ദി ലോർഡ് അതുപോലെ തന്നെ ഹാലലിയ വളകളും എല്ലാം എടുത്ത് അവിടെ ിലേക്ക് അണിയിപ്പാൻ കാണാൻ ഇടയായി.
പ്രിയമുള്ളവരെ, ഈ റെബേക്ക വെള്ളം കോരി കൊടുത്തത് ഈ പൊന്മൂക്കുത്തി കിട്ടുമെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ ഈ 2 വള കിട്ടുമെന്ന് ഓർത്തിട്ടോ ഒന്നുമല്ല. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, അവൾക്ക് വലിയ അത്ഭുതമായി. അവൾ ഓടി അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മയും അവളുടെ ആങ്ങളെയൊക്കെ നോക്കിയപ്പോൾ ഇവളുടെ കയ്യിലൊരു മൂക്കുത്തിയുണ്ട്, ഇവിടെ കയ്യിൽ വളയുണ്ട്, ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഇതുപോലെ ഒരു യാത്രക്കാർ വന്നു, ഞാൻ അവർക്ക് വെള്ളം കോരി കൊടുത്തപ്പോൾ അവരെനിക്ക് തന്നതാണ് എന്നാണ് റെബേക്ക പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അവളുടെ സഹോദരൻ ഓടി അവിടെ കടന്നു വരികയും അവരെ കൂട്ടിക്കൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് രാത്രിയിൽ ഒരു വലിയ ഡിസ്കഷൻ അവിടെ നടക്കുകയാണ്. പ്രൈസോ, അവരോട് പറയുകയാണ്, ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം ഇന്ന പോലെ ഒരു ഉദ്ദേശത്തിനാണ് വന്നത്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഹല്ലേലൂയ റെബേക്ക വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവൾ ആ ഒട്ടകത്തിനും എന്റെ ദാസന്മാർക്കും എല്ലാം വെള്ളം കോരി തന്നു. അപ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനിച്ചു, എന്റെ ദാസൻ, എന്റെ യജമാനന്റെ അതേ മകന് വേണ്ടി ഇവളെ തന്നെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടാനിടയായി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന പോലെ ഒരു ഉദ്ദേശത്തിനാണ് വന്നത്. പ്രിയമുള്ളവരെ, അന്ന് രാത്രി തന്നെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, അന്ന് രാത്രി തന്നെ പ്രൈസോ റെബേക്കായെയും കൂട്ടിക്കൊണ്ട് അവർ അബ്രഹാമിന്റെ വീട്ടിലേക്ക് യാത്ര തിരിപ്പാനിടയായി. ഒരുപക്ഷെ എങ്കിൽ പിറ്റേ ദിവസം രാവിലെ അവളുടെ കൂട്ടുകാരത്തിനെ വന്ന് റെബേക്ക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരുപക്ഷെ അവളുടെ അമ്മയൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, അവൾ ഇവിടെ ഇല്ല. അപ്പൊ റെബേക്ക എവിടെ പോയി? അപ്പോൾ അവരുടെ അമ്മ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഇന്നലെ നിങ്ങൾ അവിടെ നിന്നപ്പോൾ വൈകുന്നേരം കുറെ യാത്രക്കാർ അവിടെ വന്നില്ലേ? സ്തോത്രം. അവര് ഇന്ന പോലെ അവള് വെള്ളമൊക്കെ കോരിക്കൊടുത്ത് അവർ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അവര് വന്നത് ഒരു കല്യാണാലോചനയായിട്ടാണ് വന്നത്. സ്തോത്രം. ദേശത്തിലെ ഏറ്റവും വലിയ ധനികനായ ഒരു വ്യക്തിയുടെ മകനെ കല്യാണം ആലോചിക്കാൻ വന്നത്. അവർക്ക് റെബേക്ക ഇഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി തന്നെ അവർ റെബേക്കയുമായി യജമാനന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഒരുപക്ഷെ അവരുടെ കൂട്ടുകാർക്കൊക്കെ നഷ്ടബോധം തോന്നിയേക്കാം. പക്ഷെ ഞങ്ങൾക്കും കൂടെ ഇത്ര വെള്ളം കോരി കൊടുക്കുകയായിരുന്നെങ്കിലും. എന്നാൽ ദൈവമക്കളെ, ഇതുപോലെയാണ് പലപ്പോഴും സ്തോത്രം നമ്മൾ അറിയാതെ കർത്താവിന്റെ വേലയിലേക്ക് വന്ന പല ആൾക്കാരുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കർത്താവിന്റെ വേലയിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാണ്, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമെല്ലാം നിറഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരുന്നു. നമ്മളൊന്നും ദൈവസന്നിധിയിൽ പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ കർത്താവ് അവർക്ക് വേണ്ടി ഒരു പ്രതിഫലം കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തമായ കാര്യം. പ്രൈസ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നാം ശുശ്രൂഷകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ നിരാശപ്പെടുത്തുവാൻ, നമ്മളെ ഭാരപ്പെടുത്തുവാൻ, നമ്മളെ തളർത്തിക്കളയുവാൻ പൈശാചികൻ പലരിലൂടെ പല തന്ത്രങ്ങൾ മെനയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസോട്ട്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും പലപ്പോഴും പല ഉദ്ദേശത്തോടു കൂടിയാണ്, ലാഭേച്ഛയോട് ചിന്താഗതിയോട് കൂടിയാണ് എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ എങ്കിൽ പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. എന്തിനാണ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയും പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസോ. പലപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും. പ്രൈസോ. നമുക്കറിയാം, ഒരിക്കല് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. വളരെ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായിട്ടാണ് ആ സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. അവള് അവിടെ വന്ന് പ്രൈസ് ലോർഡ് വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം പൊട്ടിച്ച് യേശുവിന്റെ തലയിലേക്ക് ഒഴിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ അവിടെ പറയുന്നുണ്ട്, ഇതെന്നാ ഒരു പണിയാ കാണിച്ചത്. സ്തോത്രം. ഇത്രയും വിലയേറിയ സ്തോത്രം ഈ തൈലം ഇത് പൊട്ടിച്ച് വെറുതെ യേശുവിന്റെ തലയിലേക്ക് ഒഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് വിൽക്കുമായിരുന്നെങ്കിൽ 300 വെള്ളിക്കാശിന് ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇത് ദരിദ്രന്മാർക്കൊക്കെ കൊടുക്കാമായിരുന്നല്ലോ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തു അതിന് നേരിട്ട് ശിഷ്യനോട് മറുപടിയൊക്കെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് പലപ്പോഴും നാം ആത്മാർത്ഥമായി കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വരുമ്പോൾ പ്രൈസോ നാം ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ അധ്വാനിക്കുമ്പോൾ പ്രൈസോ പലപ്പോഴും ലോകം നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ, ഒരുപക്ഷെ നമ്മുടെ ചാർച്ചക്കാർ, ഒരുപക്ഷെ നമ്മുടെ ബന്ധുമിത്രാദികൾ പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുവാൻ, നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ പലപ്പോഴും ശ്രമിക്കും.
ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഹാലിലെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഹാലിലെ നാം ഒരിക്കലും തളർന്നു പോകരുത്. നാം ഒരിക്കലും മടുത്തു പോകരുത്. നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകരുത്. ഓരോ ദിവസവും നാം ചെയ്യുന്ന നമ്മുടെ വേലയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ പടി നാം കൂട്ടി വർധനവിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുമ്പോൾ മനോഹരമായ ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അതിന്റെ ചരിത്രം നമുക്കറിയാം. ബെത്ലഹേമിൽ വളരെ കഠിനമായ ക്ഷാമമുണ്ടാവുകയും അങ്ങനെ രൂത്തും നവോമിയുടെ ഭർത്താവും രണ്ട് മക്കളും കൂടെ അവര് മോവാബിയ ദേശത്ത് പോയി പാർക്കുകയും അവിടെ നിന്നും വിവാഹം കഴിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ നവോമിയുടെ ഭർത്താവും ഈ രണ്ട് ആൺമക്കളും മോവാബിയ ദേശത്ത് വെച്ച് മരണപ്പെട്ടു പോയി. എന്നാൽ അവരുടെ രണ്ട് മക്കളുടെ രണ്ട് ഭാര്യമാർ അവിടെ ഉണ്ട്. ഒന്ന് ഓർഫയും ഒന്ന് നവോമിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്കറിയാം അതിന്റെ രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട് നവോമി തീരുമാനിക്കുകയാണ്, ഞാൻ ബെത്ലഹേമിലേക്ക് ഞാൻ തിരിച്ചു പോകാൻ പോവുക. പ്രൈസ്. അതുകൊണ്ട് തന്റെ രണ്ട് മരുമക്കളെയും അടുത്ത വിളിച്ചു, ഓർഫയെയും രൂത്തിനെയും അരികെ വിളിച്ചു. അവരെ രണ്ടുപേരെയും അരികെ വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, എന്റെ പ്രിയ മരുമക്കളെ, സ്തോത്രം, നിങ്ങള് ഒരു കാര്യം, എനിക്ക് ഇനി നിങ്ങൾക്ക് തരാൻ വേണ്ടി ആമക്കളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ പോന്നിട്ടും ഇനി വലിയ പ്രയോജനമൊന്നുമില്ല. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുകയാണെങ്കിൽ, പ്രൈസ്, നിങ്ങൾക്ക് ഇനിയും ഒരു വിവാഹം നടക്കും, നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് സ്തോത്രം ജീവിക്കുവാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്തോത്രം നവോമി അവരെ രണ്ടുപേരെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് നമുക്കറിയാം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം ഈ ഓർഫ എന്ന് പറയുന്ന മരുമോള് സ്തോത്രം നവോമിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് സ്തോത്രം അവളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാണ്. പലപ്പോഴും നമുക്ക് സ്തോത്രം ഈ ഓരോ കാര്യങ്ങളും എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കർത്താവിന്റെ വേല എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണേൽ ലോകം തിരഞ്ഞെടുക്കാം. സ്തോത്രം. അതല്ല എങ്കിൽ അമ്മായിമ്മയായ നവോമിയോട് കൂടെ നമുക്ക് പോകാം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, അമ്മായിമ്മയായ നവോമിയോട് കൂടെ പോയിട്ട് എന്താണ് ഒരു പ്രയോജനം? സ്തോത്രം. തന്നെയുമല്ല അവിടെ കടന്നു ചെന്നാലും രണ്ടുപേരും വിധവമാരാണ്. സ്തോത്രം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഓർഫ അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവളവിടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് ദൈവത്തിന്റെ വചനം, പ്രൈസ് ലോർഡ്, നമ്മളെ കാണുന്നത്. എന്നാൽ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം രൂത്ത് അമ്മായിയമ്മയോ ദൈവത്തിന്റെ വചനം പറയാണ്. രൂത്തിന്റെ പുസ്തകം 1:14 വാക്യത്തിൽ പറയാണ്, 1:15 വാക്യത്തിൽ പറയാണ്, രൂത്തോ അവളോട് പറ്റി നിൽപ്പാനിടയായി, നവോമിയോട് പറ്റി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം അമ്മായിമ്മ അവളോടും പറഞ്ഞു, നീയും നിന്റെ അമ്മയുടെ ഭവനത്തിലേക്ക് പൊക്കോളാനൊക്കെ പറയുമ്പോൾ രൂത്ത് പറയാണ്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതിരിപ്പാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്നാണ് സ്തോത്രം രൂത്ത് നവോമിയോട് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രൂത്ത് എന്ത് കണ്ടിട്ടാണ് നവോമിയുടെ കൂടെ പോകാൻ തയ്യാറായി? കാരണം ഒരിക്കലും ഒരു ശരിയായ രീതിയിലുള്ള ഒരു പ്രതീക്ഷ കാണുവാൻ കഴിയുന്നില്ല. കാരണം നവോമിയെ സംബന്ധിച്ചിടത്തോളം നവോമി പ്രായമായ വ്യക്തിയാണ്. അവിടെ കടന്നു ചെന്നാലും രൂത്തിനെ പോറ്റി പുലർത്തുവാനുള്ള ഒരു കഴിവ്, സ്തോത്രം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം പലപ്പോഴും നവോമിക്കില്ല. തന്നെയുമല്ല, ഇനി ബെത്ലഹേമിൽ ചെന്നാൽ തന്നെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ
രൂത്ത് സ്തോത്രം ആ റിസ്ക് ഏറ്റെടുക്കുകയാണ്. എങ്ങനെയായി തീരും എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയും ചിന്തകളും രൂത്തിനില്ല. എന്നാൽ രൂത്തിന് ഒരു കാര്യം ഉറപ്പാണ്, തന്റെ അമ്മായിമ്മയെ തന്നെ ഒറ്റയ്ക്ക് വിടുവാൻ രൂത്തിന് താല്പര്യമില്ല. കാരണം തന്റെ അമ്മായിമ്മ ഒറ്റയ്ക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ അമ്മായിമ്മയെ നോക്കാൻ ആരുമില്ല, സ്തോത്രം, അല്ലെങ്കിൽ അവളുടെ കാര്യം നോക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്റെ ആ സുഖങ്ങളെ വിട്ടെറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ സാധാരണഗതിയിൽ മനുഷ്യന് പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളെ വിട്ടുകൊണ്ട് രൂത്ത് ഒരു സുപ്രധാന തീരുമാനം എടുത്തുകൊണ്ട് അമ്മായിമ്മയായ നവോമിയുടെ കൂടെ ബേത്ലഹേമിലേക്ക് കടന്നുപോയി. നമ്മൾ നോക്കി ഒന്നും പ്രതീക്ഷിക്കാനില്ല. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയത്തില്ല. ആ ഒരു തരത്തിലാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അവിടെ കടന്നു ചെന്നപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പിറ്റേ ദിവസം തന്നെ അവിടെ ചെന്നതിന്റെ ആ ദിവസങ്ങളിൽ തന്നെ രൂത്ത് ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോയി. കാരണം തനിക്കും അമ്മായിമ്മയ്ക്കും വല്ലതും കഴിക്കണം, സ്തോത്രം. തനിക്ക് അവിടെ വലിയ ആൾക്കാരെയൊന്നും പരിചയമില്ല. അതുകൊണ്ട് അവള് ഈ വയലിൽ കതിരി പെറുക്കുവാൻ വേണ്ടി പോവാണ്. പണ്ട് കാലത്തൊക്കെ ഓടിച്ചെന്നാലൊന്നും ജോലി കിട്ടത്തില്ല, സ്തോത്രം. കാരണം വലിയ വലിയ ജന്മിമാരുടെയൊക്കെ പറമ്പുകളിൽ ജോലി ചെയ്യുവാനായിട്ട് സ്ഥിരമായിട്ടുള്ള പണിക്കാരുണ്ട്. വെളിയിലുള്ള പണിക്കാരെ ഒന്നും അവിടെ കയറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രൂത്ത് ഓടിച്ചെന്നാലൊന്നും പണിയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് രൂത്ത് എന്ത് ചെയ്യാണ്, ആ വയലിൽ അവിടെ പോയി കതിരി പെറുക്കുവാനുള്ള ഒരു മനസ്സ് രൂത്തിന്റെ ജീവിതത്തിലുണ്ടായി. അതുവരെയും അവൾ ഒരുപക്ഷെ വെയിൽ കൊണ്ടിട്ടുണ്ടാവില്ല. അതുവരെയും ഇത്രയും കഠിനാധ്വാനം ഒരുപക്ഷെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ തന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി അവൾ ത്യാഗം ശീലിപ്പാൻ തക്കവണ്ണം ഇടയായി. അവൾ വീട്ടിൽ വെറുതെ ഇരുന്നില്ല. അവള് പോയി കതിരി പെറുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ആദ്യത്തെ ദിവസം അവൾ പോയി കതിരി പെറുക്കി കൊണ്ടുവന്ന് അത് താനും അമ്മായിമ്മയും ഭക്ഷണം പാകം ചെയ്ത് അവിടെ ഭക്ഷിച്ച് സന്തോഷമായിട്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ദിനംതോറും അവൾ ഭവനത്തിൽ കുത്തിയിരിക്കാതെ അല്ലെങ്കിൽ പണി പിടിച്ചിരിക്കാതെ അവള് പ്രതീക്ഷയോടുകൂടി കടന്നു. അങ്ങനെ ഒരു സന്തോഷപരമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയൊക്കെ രൂത്തിനുണ്ട്. അല്ലാതെ അതിനപ്പുറമായിട്ടുള്ള ഒരു വലിയ പ്രതീക്ഷയോ അല്ല നാളെ താൻ വലിയ ആളായി തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഒരുപക്ഷെ രൂത്തിനില്ല, സ്തോത്രം. എന്നാൽ രൂത്ത് കടന്നുപോയപ്പോൾ അവൾ യാദൃശികമായിട്ടാണ് ബോവാസിന്റെ വയലിൽ കതിര് പെറുക്കുവാൻ വേണ്ടി കടന്നില്ലെന്ന്, വളരെ യാദൃശികമായിട്ടാണ്. അങ്ങനെ അവൾ കതിര് പെറുക്കുവാനൊക്കെ ചെല്ലുമ്പോൾ ബോവാസ് തന്റെ ഭൃത്യന്മാരോട്, നല്ല ദാസന്മാരോട് പറഞ്ഞു, ഇതുപോലെ ഒരു സഹോദരി ഇവിടെ കതിര് പെറുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ കൊയ്യുമ്പോൾ അവൾക്ക് കുറച്ചൊക്കെ മനഃപൂർവ്വമായിട്ട് ഇട്ടുകൊടുത്തോണം, സ്തോത്രം എന്നൊക്കെ ഈ രൂത്ത് അറിയാതെ ബോവാസ് തന്റെ ദാസന്മാരോട് പറഞ്ഞതായിട്ട് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലും അങ്ങനെ പറയുവാൻ തക്കവണ്ണം ദൈവം ബോവാസിന്റെ ഹൃദയത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വന്നു ഈ നവോമി ചോദിച്ചു, മോളെ നീ എന്ന് എവിടെയാണ് ഈ കതിരൊക്കെയും വെറുക്കാൻ പോയത് എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇന്നപോലെ ഇന്നടുത്ത് ഇന്നയാളുടെ അടുക്കലാണ് എന്നൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. പ്രിയമുള്ളവരെ, അതിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ്, ഒരു കാര്യമാണ് അവിടെ നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. വെറും കതിര് പെറുക്കുവാൻ വേണ്ടി സ്തോത്രം വന്ന യഹൂദയല്ലാത്ത മോവാബിയിൽ നിന്ന് കടന്നു വന്ന ഒരു മോവാബി സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെ ആ ദേശത്തിലെ ഏറ്റവും വലിയ ധനവാനായിരിക്കുന്ന പ്രൈസ് ലോർഡ് ഈ ബോവാസ് വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നമ്മളൊന്ന് ഓർത്തെ, മോവാബിയ ദേശത്ത് നിന്നും നവോമിയുടെ പുറകെ രൂത്ത് പോരുമ്പോൾ അവൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ഇതുപോലെ ഒരു ധനവാനായിരിക്കുന്ന ബോവാസിന്റെ ഭാര്യയായി തീരുമെന്ന് രൂത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല പ്രൈസ് ലോർഡ് ഈ നവോമിയുടെ കൂടെ വന്നത്. കഷ്ടമാണെങ്കിൽ കഷ്ടം, ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ട്, പ്രയാസമാണെങ്കിൽ പ്രയാസം, എന്ത് തന്നെയാണെങ്കിലും സ്തോത്രം അതെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാണ് നവോമിയുടെ കൂടെ ഇറങ്ങിപ്പോരുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവിടെ ഹൃദയത്തെ മാനിപ്പാൻ തക്കവണ്ണം ഇടയായി.
ആദ്യ ദേശത്തിലെ ഏറ്റവും വലിയ ധനവാനായിരിക്കുന്ന ഹല്ലേലൂയ ആ ബോവാസിന്റെ ഭാര്യയായി തീരുവാൻ തക്കവണ്ണം സ്തോത്രം ദൈവം അവളെ മാനിപ്പാൻ ഇടയായി എങ്കിൽ ദൈവത്തിന്റെ വൈതലെ ചെറുതോ വലുതോ ആയ നിലകളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം കൈത്താങ്ങൽ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നാം വിവിധ ദേശങ്ങളിൽ നിന്നുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നാം കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ സമയങ്ങളോ നമ്മുടെ കഴിവുകളോ എന്തെങ്കിലും നാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ ഹൃദയത്തെ മാനിച്ച് നമുക്ക് വേണ്ടി ഒരു പ്രതിഫലത്തെ തരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കണം ഇടയായിത്തീരും. ഒരിക്കൽ തന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിക്കാനിടയായി. കാരണം എന്താണെന്ന് അറിയാമോ? യേശു പത്രോസിനോട് പറയാണ്, പത്രോസേ, ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും എന്ന് പത്രോസിനോട് പറയുമ്പോൾ അന്ന് തന്നെ പത്രോസ് പടകും വലയും എല്ലാം എറിഞ്ഞ് കർത്താവിന്റെ പുറകെ പോയതാണ്. സ്തോത്രം. യോഹന്നാനും യാക്കോബും അപ്പനായിരിക്കുന്ന സബദിയുടെ കൂടെ ഇരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ. അപ്പോൾ തന്നെ അപ്പനെ പോലും നോക്കാതെ അവർ പടകും വലയും ഉപേക്ഷിച്ച് യേശുവിന്റെ പുറകെ പോയി എന്നാണ് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ പത്രോസ് യേശുവിനോട് ചോദിക്കാണ്, കർത്താവെ, ഞങ്ങൾ സകലതും വിട്ടാണ് നിന്നെ അനുഗമിച്ചത്, ഞങ്ങൾക്ക് എന്ത് ലഭിക്കാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. കർത്താവായ യേശു പറയാണ്, ഹല്ലേലൂയ, നിങ്ങൾ എന്തെല്ലാം ഉപേക്ഷിച്ചോ അതെല്ലാം ഈ ഭൂമിയിലും നിത്യജീവനെയും നിങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല, നമുക്ക് ഏറ്റവും വിലപിടിപ്പെന്ന് പറയുന്നത് ഒരു നിത്യമായ ജീവനാണ്. ഒരു നിത്യ ആലയമായ കൂടാരത്തിലുള്ള അവനോടൊപ്പമുള്ള വാസമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഹല്ലേലൂയ പൗലോസ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ അവന്റെ വേലയിലായിരിക്കുന്ന ആരെങ്കിലും നിരാശയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ, ഭാരത്തോടുകൂടി ആയിരിക്കുന്നെങ്കിൽ, ജീവിതത്തിൽ കൈപ്പിന്റെ അനുഭവങ്ങൾ വന്നപ്പോൾ ഇനി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ, ഇനി ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയാണ്, ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം കുലുങ്ങിപ്പോകരുത്, നാം ധൈര്യം ക്ഷയിച്ചു പോകരുത്. കർത്താവ് നമ്മളെ എന്തിനു വേണ്ടിയാണോ ആക്കി തീർത്തിരിക്കുന്നത് അതിൽ നാം ഉറച്ചു നിൽക്കുകയും നാം ധൈര്യത്തോടെ നിൽക്കുകയും നമ്മുടെ കർത്താവിനുള്ള വേല ഓരോ ദിവസവും വർദ്ധിച്ചു വരട്ടെ. ഓരോ ദിവസവും ഒന്നും കൂടെ കൂട്ടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അപ്രകാരം നമുക്ക് ശക്തിയെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അവന്റെ വരവോളം കർത്താവിന്റെ വേലയിൽ നമുക്ക് ശക്തിപ്പെടാം, അത് നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ ഈ പ്രവർത്തനങ്ങൾ കർത്താവ് ഏറെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും ഇതിന്റെ പ്രവർത്തനങ്ങൾ അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരട്ടെ. അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. രാത്രി ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. നാം വിവിധ വിഷയങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ നമ്മളൊരു മാസ്ക് ഒന്നും അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മാസ്റ്ററായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒന്നുമല്ലായിരിക്കാം, എങ്കിലും നമ്മൾ പല വിധത്തിൽ കർത്താവിന്റെ വേലയോട് കൈത്താങ്ങൽ കൊടുക്കുന്നവരോ നമ്മളെ കൊണ്ടാകാവുന്ന വിധത്തിൽ നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ചിലപ്പോൾ നാം നിരാശപ്പെട്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ ചില കൈപ്പിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നാം ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ ആ ഭാരത്തെ എല്ലാം ഭാരത്തെ എല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ബലപ്പെടാം, നമുക്കൊന്ന് ശക്തിപ്പെടാം, അവന്റെ വേലയിൽ നമുക്ക് വർദ്ധിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ലത് വിലയേറുതുമായി രാത്രിക്കായി നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ വാഴ്ത്തത്തെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ്, ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ.
ചെറുതോ വലുതോ ആയ നിലകളിൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി കൈത്താങ്ങലുകളെ കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ആ ശുശ്രൂഷകൾ വർദ്ധിച്ചു വരുവാൻ, ശുശ്രൂഷയിൽ ബലപ്പെടുവാൻ തക്കമുള്ള കൃപ കർത്താവ് കൊടുക്കണം. എല്ലാ നിരാശകളെയും ഭാരങ്ങളെയും കർത്താവ് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹാലലൂയ, പ്ലാറ്റ്ഫോമിൽ ഹാലലൂയ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ഗോഡീസ് ലവ് ഹാലലൂയ ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ അങ്ങ് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. കർത്താവെ, പ്രിയനെയും പ്രിയ മാതാവിനെയും അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനോ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയായി സ്തോത്രം. നസ്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇപ്രകാരം സ്തോത്രം അവസരം തന്നതായ ഗോഡീസ് ലവ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എന്നെ ശ്രമിച്ച വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.